ആ വന്നവാരാണെന്ന് അറിയാമോ മോളെ? ഇല്ല, അതാരാണെന്ന് നമുക്ക് അന്വേഷിക്കാൻ ചേട്ടാ. അശംബരെ ആരാണെങ്കിലും വേണ്ടില്ല, അവനെ നമുക്ക് ഇവിടെ നിലത്തിട്ട് ഉരുട്ടണം. എന്നാലും എന്റെ കുടുംബത്തിൽ കയറി വന്ന് തന്തയില്ലാത്തരം കാണിക്കാൻ ധൈര്യപ്പെട്ട റൗഡി അവ ആരായാലും ചില്ലറക്കാരനല്ല. എന്റെ കയ്യിലെങ്ങാനും അവനെ കിട്ടിയിരുന്നെങ്കിലുണ്ടല്ലോ ഇന്ന് അവന്റെ അവസാനമായിരുന്നേനെ. പിന്നെ അവ ഒരു വീട്ടിലും ഇതുപോലത്തെ നാറിയ പണിക്ക് പോകൂല. അതെ, ചെയ്ത പാവങ്ങൾക്കുള്ള കൂലിയായി കിട്ടുന്നേന്ന് ഓർത്താ മതി. ചന്ദ്രയെ ഉപദ്രവിക്കാനാണ് വന്നതെങ്കിലും കത്തി കൊണ്ട് വെട്ടിയത് നമ്മുടെ മോളുടെ നേർക്കല്ലേ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്തതിന്റെ പാപത്തിന്റെ ഫലമാ മോൾ അനുഭവിക്കുന്നതെന്ന്. നിങ്ങളോ ഇങ്ങനെയായി. മക്കളുടെ രക്ഷ കരുതിയെങ്കിലും ഇനിയുള്ള കാലമെങ്കിലും മനുഷ്യന്മാരെ പോലെ ജീവിക്കുക. ഇല്ലെങ്കിലേ ഇതുപോലെ കത്തിയും കൊണ്ട് ഇനി ആൾക്കാരൊന്ന് കയറും. എന്തായാലും ഇപ്പൊ വന്നവൻ ഇനി ഈ പ്രദേശത്തേക്ക് വരാൻ സാധ്യതയില്ല. ആളെ ഇവര് കണ്ടുകൊണ്ട് ആ ഒരു പേടി ഉണ്ടാവുമല്ലോ. നാളെ നമുക്കൊരു അന്വേഷണം നടത്തണം. എന്തിനാശനെ നാളെ കേൾക്കുന്നേ? നമുക്കിപ്പൊ തന്നെ അന്വേഷിക്കാലോ. ഒന്ന് മിണ്ടാരിടാ. ആ 2 ദിവസത്തേക്ക് കൈ അധികം അനക്കണ്ട. മുറി ഉണങ്ങുന്നവരെ ഒന്ന് റെസ്റ്റ് എടുക്കും. എന്നാലും അവൻ ആരാണെന്ന് എന്റെ ആരായാലും ഈ വീട്ടിൽ കയറിയവനെ നമ്മൾ പൊക്കിയിരിക്കും. അതുപോലെ പൊക്കിയാ മാത്രം പോരാ, അവന്റെ തലയടിച്ചു പൊട്ടിക്കാൻ വേണം. എന്റെ മോളെ ദേഹത്ത് അവൻ കൈവച്ചിരിക്കുന്നത്. അവനെന്നെ ശരിക്കും അറിയില്ല. ശിവൻ വന്നില്ലേ, നമുക്ക് പോവാം. വിശ്രമിക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. വാ മോളെ, നമുക്ക് പോവാം. റാണി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ ധൈര്യമായിട്ടിരിക്കെ. ഇന്നത്തെ റീൽസ് നമുക്ക് നാളെ എടുക്കാം.